ഉൾപ്രിയപ്പെട്ട പ്രേക്ഷകരെ, പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടയാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായൺ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് റിമാൻഡ് റിപ്പോർട്ട്. വടി ഉപയോഗിച്ച് മുതുകിലും തലയ്ക്കും അടിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ചർച്ചയ്ക്കായി രാംനാരായണന്റെ കുടുംബം തൃശൂർ കളക്ടറേറ്റിൽ എത്തിയിട്ടുണ്ട്. ചർച്ചയിൽ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്ന് രാംനാരായണന്റെ ബന്ധു ശശികാന്ത് പറഞ്ഞു. हमारी डिमांडें वही है कि जो है SIT टीम गठित हो और मामले का जो धाराएं हैं वो एक हो और पीड़ित परिवार को जो है मुआवजा राशि मिले। परिवार को हेल्प किया? हाँ, परिवार को जो है यहाँ से 100 को ले जाने में मदद करे और इनको जो है सहायता राशि जो है वो मिले। संघर्ष कंटिन्यू कर रहे हैं? हाँ, संघर्ष जब तक हमारी मांगे नहीं होगा तब तक कंटिन्यू चलता रहेगा. അതേസമയം വാളയാർ കൊലയ്ക്ക് പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണെന്ന് മന്ത്രി MB രാജേഷ് ആരോപിച്ചു. കഞ്ചിക്കോട്ട് കഴിഞ്ഞ ദിവസം അതിഥി തൊഴിലാളിയായ ഛത്തീസ്ഗഡ് സ്വദേശി രാംനാരായൺ ഭയ്യാലിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയതിന്റെ പിന്നിൽ സംഘപരിവാറിന്റെ വിദ്വേഷ രാഷ്ട്രീയമാണ്. ബംഗ്ലാദേശി എന്ന് ആരോപിച്ചുകൊണ്ടാണ് തൊഴിൽ തേടിയെത്തിയ ആ യുവാവിനെ അറിയപ്പെടുന്ന RSS പ്രവർത്തകരടങ്ങുന്ന സംഘം വിചാരണ ചെയ്തതും ക്രൂരമായി ആക്രമിച്ചതും. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വംശീയ വിഷത്തിന്റെ ഇരയാണ് രാംനാരായൺ ഭയ്യാൽ. പ്രതികളെ 5 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ അക്കാര്യത്തിലുണ്ടാവും. ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കി കൊടുക്കാൻ പഴുതടച്ച നടപടികളുണ്ടാവും. ഇക്ബാൽ അറക്കലുണ്ട്. ഇക്ബാൽ അറക്കൽ, 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഈ രാംനാരായണന്റെ മൃതദേഹം കുടുംബം ഏറ്റുവാങ്ങിയിട്ടില്ല ഈ നിമിഷം വരെയും. റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ചർച്ച തൃശ്ശൂരിൽ കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കുന്നത്. തീരുമാനം എന്തെന്നറിയില്ല. പക്ഷേ ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മന്ത്രി MB രാജേഷ് പറയുന്നത് ഈ കൊലയ്ക്ക് പിന്നിൽ RSS സംഘപരിവാർ രാഷ്ട്രീയമാണെന്നും ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇയാളെ മർദ്ദിച്ചത് ഒരു വംശീയ രാഷ്ട്രീയത്തിന്റെ തെളിവാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ കൊലയ്ക്ക് ഉത്തരവാദികൾ യഥാർത്ഥത്തിൽ ഈ RSS സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ടവരാണോ? മന്ത്രി MB രാജേഷ് ആരോപിക്കുന്നത് അങ്ങനെയാണ്. ഇക്ബാൽ. അരുൺകുമാർ, തീർച്ചയായും അത്തരത്തിൽ ഒരു പശ്ചാത്തലം, അതല്ലെങ്കിൽ സംഘപരിവാർ പശ്ചാത്തലം ഈ പ്രതികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ CPM ആരോപണം. മന്ത്രി MB രാജേഷ് ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ ഒരു സ്ഥിരീകരണം വരണം. ഏതായാലും സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായാണ് ഈ രാംനാരായണനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഈ പ്രതികൾ എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുകയും ചെയ്യുന്നത്. ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ച് അധിക്ഷേപിച്ചതിന് ശേഷമായിരുന്നു ഇത്തരത്തിൽ ക്രൂരമായി ഈ പ്രതികൾ ചേർന്ന് രാംനാരായണനെ മർദ്ദിച്ചതെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. ആ വീഡിയോയിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു നമ്മൾ കണ്ടതാണ്. ഏതായാലും 1 മുതൽ 5 വരെയുള്ള പ്രതികളാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് പിടിയിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇനിയും 20ഓളം ആളുകൾക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ട്. ഇതിൽ വനിതകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും പല പ്രതികളും ഒളിവിലാണ്. ഇവരെല്ലാം കണ്ടെത്താനുള്ള തീവ്ര നീക്കത്തിലാണ് ഇപ്പോൾ ഏതായാലും ജില്ലാ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പ്രതികൾ രാംനാരായണനെ ആക്രമിച്ചിട്ടുള്ളത്. വടികൊണ്ടും കൈകൊണ്ടും രാംനാരായണന്റെ മുഖത്തും തലയ്ക്കും മുതുകിലും എല്ലാം അടിച്ച പ്രതികൾ പിന്നീട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി രാംനാരായണന്റെ വയറ്റിൽ ആഞ്ഞ് ചവിട്ടുകയും ചെയ്തിട്ടുണ്ട്. 4ാം പ്രതി ആനന്ദനായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഒരു മോഷ്ടാവ് എന്ന രീതിയിൽ ആരോപിച്ച് കുറ്റം തെളിയിക്കുക എന്ന രീതിക്ക് മാത്രമല്ല, അവർ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാംനാരായണന്റെ അടുത്തേക്ക് സമീപിച്ചത് ഉൾപ്പെടെ എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ശക്തമായിട്ടുള്ള നടപടികൾ തന്നെ ഈ പ്രതികൾക്കെതിരെ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെയും തീരുമാനം. എല്ലാ പ്രതികളെയും കണ്ടെത്തുക, ഇവരെ എല്ലാം നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുക, അതിന് കുടുംബത്തിനൊപ്പം, രാംനാരായണന്റെ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്നുള്ളതാണ് മന്ത്രി MB രാജേഷ് പറയുന്നത്. മാത്രമല്ല, ഇതിന് പിന്നിൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമുണ്ട്, സംഘപരിവാറിൻ്റെ വിദ്വേഷ രാഷ്ട്രീയമാണ് രാംനാരായണന്റെ മരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ CPM പ്രധാനമായും ഉയർത്തുന്ന ഒരു ആരോപണം. ഇപ്പോഴും രാംനാരായണന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ആ മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. കടുത്ത നടപടികൾ തന്നെ രാംനാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ വേണമെന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. മാത്രമല്ല, സർക്കാർ നൽകേണ്ട ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വേണം. അതിനുവേണ്ടി കൂടിയാണ് ഇപ്പോൾ മന്ത്രി K രാജന്റെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിൽ വെച്ച് ഈ കുടുംബം ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്. ധനസഹായം, അതുപോലെ തന്നെ പ്രതികൾക്കെതിരായിട്ടുള്ള നടപടി, ഈ വിഷയങ്ങളിൽ കടുത്ത നടപടി ഇല്ലെങ്കിൽ തങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് രാംനാരായണന്റെ കുടുംബം അല്ലെങ്കിൽ ബന്ധുക്കൾ ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ അത്തരത്തിൽ
അത്തരത്തിലൊരു സമരം നമ്മൾ കണ്ടതാണ്. ഈ കൃത്യമായി തന്നെ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം, അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയത്തിൽ കേസെടുക്കണമെന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാംനാരായണന്റെ കുടുംബം ഇന്നലെ ആ മോർച്ചറിക്ക് മുന്നിൽ സമരം ചെയ്തത്. ഇനി ഈ തങ്ങൾ ആവശ്യപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ സമരം തുടരും എന്നുള്ള കാര്യം ഇപ്പോഴും ആ കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു അനുകൂല തീരുമാനം വരുന്നവരെയും മൃതദേഹം തങ്ങൾ ഏറ്റുവാങ്ങില്ല. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടി വേണം. ഈ പ്രതികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടിക്കൊപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഈ ധനസഹായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനം അത് ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഒരു ഉറപ്പ് ലഭിക്കുന്നവരെ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തങ്ങൾ തയ്യാറാവില്ല എന്നുള്ളതാണ് രാംനാരായണന്റെ കുടുംബം അറിയിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ഒരു അന്വേഷണം തുടരുന്നുണ്ട്. 5 പ്രതികൾ മാത്രമാണ് ഇതുവരെയും ഈ കേസിൽ പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പ്രതികളെ കണ്ടെത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വീഡിയോ ദൃശ്യങ്ങൾ മറ്റേതെങ്കിലും പ്രതികളുടെ മൊബൈലിൽ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താനുള്ള പരിശോധനകളിലേക്കും പോലീസ് സംഘം കടന്നിട്ടുണ്ട്. അരുൺകുമാർ, കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രാംനാരായണനെ മർദ്ദിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത്രമേൽ ക്രൂരമായ മർദ്ദനമാണ്. രാംനാരായണന്റെ ശരീരത്തിൽ ഒരു ഇഞ്ച് പോലും മർദ്ദനമേൽക്കാത്തതായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്.